ഓടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും സേഫ് അല്ല. പിന്നെ വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്രാക്ക് ടയർ എന്നുള്ള ടോപ്പിക്കായിട്ട് ആണ്. ട്രാക്ക് ടയർ എവിടെ നിന്ന് വരുന്നു, എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നു, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആണോ, അങ്ങനെയുള്ള കാര്യമൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കണ്ടുപിടിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഞാൻ അപ്പോൾ വെളിയിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ വെളിയിൽ ഒടുക്കത്തെ വെളിയിലാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ കയ്യൊക്കെ കരുവാട് പോലാവും. അവിടെ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരുന്ന് ഈ കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ആയിട്ട് ഇടാന്ന്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു 2 ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുന്നതിലൂടെ നിങ്ങൾ ട്രാക്ടർ വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ട്രാക്ടർ കാര്യത്തിലൂടെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും കുറച്ച് പഴയ ടയറിൽ എടുത്തുകൊണ്ട് വരിക, ഒന്ന് പോളിഷൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് വില കുറച്ച രീതിയിൽ വിൽക്കും. അപ്പോൾ ഈ ഒരു 2500 രൂപയ്ക്കൊക്കെ പേരൊക്കെ ടയർ നമുക്കിപ്പോൾ കിട്ടും. നിങ്ങൾ ഒരുപാട് ആടും കാലിലൊക്കെ കണ്ടാണ് ഇപ്പോൾ ഒരുപാട് പേരെടുത്ത് വിൽക്കുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം എന്തുമാത്രം അവർക്ക് ലാഭം കിട്ടുന്നുണ്ടെന്നും അവർക്ക് ഈ ഒരു ടയറൊക്കെ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നതെന്ന്. പിന്നെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ആരും നടക്കാനൊന്നും പോകുന്നില്ല. നമ്മളൊന്ന് കുഞ്ഞിന്ന് ജട്ടി വരെ അയച്ചിട്ടുള്ള ടീംസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും അവരവരെ ലാഭം മാത്രം നോക്കുന്നത്. പിന്നെ ചിലവരെ ടയറിൻ്റെ കൂടെ തന്നെ ഒരു ടയർ വാങ്ങിച്ചിട്ട് ഇൻ്റർകോമൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഇട്ടാണ്. അപ്പോൾ 2500 രൂപയ്ക്ക് ടയർ വാങ്ങിച്ചാൽ ഇൻ്റർകോമിന് തന്നെ 800-900 വിലയാണ്. അപ്പോൾ ആ ടയറിന് എന്നിട്ടും അവർക്ക് എത്ര വലിയ ലാഭം കിട്ടും നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ചിലവന്മാർക്ക് ഇപ്പോഴും പറയും ട്രാക്ടർ ഗ്രിപ്പാണ്, കോർണറിങ് ആണ്, കോപ്പാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നവന്മാരുണ്ട്. അതൊക്കെ ഒന്നില്ലെങ്കിൽ ഈ ഒരു ട്രാക്ടർ വിൽക്കുന്നവന്മാരായിരിക്കും, അല്ലെങ്കിൽ അവന്മാർ പറഞ്ഞ് പറ്റിച്ചവരായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇപ്പോഴും അവർ വിചാരിക്കുന്ന കാര്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. നമ്മൾ ഈ ട്രാക്ടർ വാങ്ങിക്കുന്ന ടയറുകൾക്ക് അത്യാവശ്യം ഗ്രിപ്പ് കൂടുതലും കുറച്ചുകൂടെ ബ്രാൻഡ് ടയറായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ ആ ഗ്രിപ്പൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ പുതിയ ടയറിന് മാത്രം ഈ ഒരു ടയർ മിക്കുള്ളവരും പറയുന്ന ട്രാക്കിലൊക്കെ 2-3 റൗണ്ട് ഓടിയിട്ട് എടുത്തിട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ഓടുന്ന ടയറാണെങ്കിൽ എങ്ങനെ അതിൽ തന്നെ 100% ത്രെഡ് ടയറൊക്കെ വരുന്നുണ്ട്, യൂസ് ചെയ്യാത്ത ടയർ. അപ്പോൾ യൂസ് ചെയ്യാത്ത ടയർ ട്രാക്കിൽ നിന്ന് റിജക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിലെന്തെങ്കിലും ഡിഫക്റ്റ് കാരണം. പിന്നെ ഈ ഒരു മോട്ടോ ജി റേസ് ട്രാക്കിൻ്റെ കാര്യമൊന്നും അവർ പറയുന്നത്, കാരണം അതിലൊന്നും ഗ്രൂസ് പോലും ഇല്ലാത്ത ടയറാണ്, അതൊന്നും റോഡ് ലീഗിലല്ല. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇവരെവിടെ നിങ്ങൾക്ക് റിജക്റ്റ് ആയ ടയറുകൾ എടുത്തുകൊണ്ട് വരിക, വില കുറച്ച് ആൾക്കാരെ പറ്റിച്ച് വിൽക്കുക. ഈ ഒരു ടയർ എടുത്തുകൊണ്ട് വരുന്ന ഒരു രീതി കണ്ടാൽ തന്നെ നിങ്ങൾ ആ ടയർ വാങ്ങിക്കാനേ പോകില്ല. അത്രയും മോശം രീതിയിലാണ് എടുത്തുകൊണ്ട് വരുന്നത്. നിങ്ങൾ ട്രാക്ടർ വിൽക്കുന്ന കടയിലേക്ക് സൈഡിൽ ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറച്ച് പെയിൻറ്റും ഒരു കരിയുള്ള സെറ്റപ്പൊക്കെ കിടക്കുന്നത്. സംഭവം അവർ ആ ടയർ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് വൃത്തിയുള്ളതാക്കുന്നതാണ്. അവരെ കൊണ്ടുവരുന്ന രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ടയർ പോയിട്ട് ആ കടയിൽ പോലും കയറാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ കടയുടെ കാര്യം കാണുമെന്ന് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് കണ്ടുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം അവരെ വയറ്റിപ്പഴപ്പാണ്, അത് തുളയ്ക്കാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ട്രാക്ടർ വിൽക്കുന്ന എല്ലാ കടയിലും നടക്കുന്നത്. പിന്നെ ഈ ഒരു ട്രാക്ടറിൽ നിങ്ങൾക്ക് ഡേറ്റ് എടുക്കാൻ ഡേറ്റ് ഉറപ്പായിട്ട് നോക്കണം. നമ്മൾ ഈ ഫുഡ് ഐറ്റംസിനൊക്കെ എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ നമ്മൾ ട്രാക്ടറിനല്ല എല്ലാ ടയറിനും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടയറൊക്കെ ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞ ടയറായിരിക്കും. അതൊന്നും യൂസ് ചെയ്യുന്നത് ഒട്ടും സേഫായിട്ടുള്ള കാര്യമല്ല ആ ടയറിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഡേറ്റ് ഈ ട്രാക്ക് യൂസ് ടയർ എടുക്കുന്ന സമയത്ത് അവർക്ക് ടാമ്പർ ചെയ്യാൻ പറ്റും. ടാമ്പർ ചെയ്യാൻ ടയറുകൾ നമുക്ക് കിട്ടേണ്ട ചാൻസസ് വളരെ കൂടുതലാണ്. അതിപ്പോൾ നമ്മൾ 2-3 ടയർ മാറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല. ഒരു പ്രൊഫഷണലിന് മാത്രം നോക്കിയാൽ പോലും കണ്ടുപിടിക്കാത്ത രീതിയിൽ ടയറിൽ ഡേറ്റ്സൊക്കെ ടാമ്പർ ചെയ്യണമാരുണ്ട്. പിന്നെ ഈ ഫാക്ടറി റിജക്റ്റ് ടയേഴ്സ് ഉണ്ട്. അതൊക്കെ നോർമൽ രീതിയിൽ ആ ഒരു എംബ്ലവും കാര്യമൊക്കെ അവർ റിമൂവ് ആയിട്ടായിരിക്കും വിൽക്കുന്നത്. പക്ഷേ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇവിടെ വരേണ്ട ചാൻസസും വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഈ കമ്പനി വരയ്ക്കുന്നതിനെക്കാട്ടി പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുന്നവന്മാർക്ക് ഇപ്പോൾ ഉണ്ട്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാലും. അപ്പോൾ ആ ഒരു രീതിയിൽ വരയ്ക്കുന്ന ടയറൊക്കെ ഇട്ട് നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒട്ടും സേഫ് അല്ല. പിന്നെ ഇതൊക്കെ വെച്ച് ആർക്കെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അങ്ങനെ പുറത്ത് പറയില്ല. എൻ്റെ കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ട്രാക്ടറാണ് അവൻ്റെ വണ്ടിയിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചോടാ ഈ ടയറിനൊക്കെ ഒറിജിനൽ എത്ര റേറ്റ് വരുന്നത്? അവൻ പറഞ്ഞത് 20,000 റേറ്റ് വരുന്ന ടയറാണെന്ന്. അപ്പോൾ അവൻ എന്നിട്ട് ഗൂഗിളൊക്കെ അടിച്ചെനിക്ക് ഒരു വർഷം 2 വർഷം മുമ്പാണ് കാണിച്ചു തന്നായിരുന്നു ഈ റേറ്റ് വരുന്നത്. അവൻ എടുത്ത റേറ്റ് വെറും 3000 രൂപയ്ക്കാണ്. 20,000 രൂപ ടയർ 3000 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം അതിലെന്തോ ഉടായ്പ് ഉണ്ടെന്ന്. പിന്നെ ആ ഒരു ട്രാക്ടർ നിങ്ങളിപ്പോൾ ഒരു 3000 രൂപ ട്രാക്ടർ വാങ്ങിച്ചില്ലെങ്കിൽ കൂടി പോയി ഒരു 3000-4000 കിലോമീറ്റർ മാത്രമേ ഓടൂ. 3000-4000 കിലോമീറ്റർ കൂടുമ്പോൾ വീണ്ടും ട്രാക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കണം. ഞാൻ ഒരു നോർമൽ രീതിയിൽ നിങ്ങളൊരു 5,000-6,000 രൂപ നിങ്ങൾക്ക് നല്ലൊരു റേഡിയേറ്റർ കിട്ടും. അത് വാങ്ങിച്ചിട്ട് എന്തായാലും ഒരു 10,000-ന് പുറത്ത് കിട്ടും. ചിലവർക്കൊക്കെ എനിക്ക് 10,000 കിട്ടും. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന തന്നെ സിയറ്റിൻ്റെ സൂം ബ്രാൻഡ് എക്സോൺ ടയറാണ്. ഞാൻ ഒരു പ്രാവശ്യം ടയർ മാറുന്ന സമയത്ത് ഈ ട്രാക്ടർ എടുത്തവന്മാർക്ക് 2-3 പ്രാവശ്യം മാറിക്കാണും. അപ്പോൾ ഏകദേശം ആ ഒരു സെയിം എക്സ്പെൻസ് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. പിന്നെ ട്രാക്ടറിൽ ഒരുപാട് സ്കാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ലാഭം മാത്രമേ എല്ലാ കടക്കാരും നോക്കുന്നുള്ളൂ. പിന്നെ എല്ലാണോ റോഡ് ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ത്രെഡ് ടയർ എന്നൊക്കെ പറഞ്ഞെടുത്ത് വിൽക്കുന്നുണ്ട്. ആ ടയറൊക്കെ എടുക്കാൻ പോകുന്നിടത്ത് ജസ്റ്റ് അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഒന്ന് ചെക്ക് ചെയ്ത് തന്നായിരിക്കും ഉറപ്പായിട്ടും കഴിഞ്ഞതായിരിക്കും. അല്ലെങ്കിൽ ഈ ഫുൾ ത്രെഡ് ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടയറാണ്.
ഇതുവരെ യൂസ് ചെയ്യാത്ത ടയർ നിങ്ങൾ നോർമൽ ട്രാക്ടർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സൈഡിൽ ഒരു പ്രാവശ്യം ഈ ഒരു മെഷീനിൽ കയറ്റി ഇട്ടതിൻ്റെ ഒരു അടയാളം കാര്യമൊക്കെ നിങ്ങൾക്ക് കാണാം. ആ ഒരു അടയാളം കാര്യമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതുപോലും ഇല്ലാത്ത ടയറുകൾ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാകും റിജക്റ്റഡ് ടയറാണ്, ഉറപ്പാണ്. ഞങ്ങൾ നിങ്ങൾക്കൊരു പേപ്പർ എടുത്തത് എഴുതി തരാം. നമ്മളാരും ബൈക്ക് എടുക്കുന്നത് കയ്യിലൊരുപാട് പൈസ വെച്ചിട്ടോ അത് കണക്ക് ഒരുപാട് റിച്ച് ആയിട്ടൊന്നും അല്ല നമ്മളൊക്കെ ബൈക്ക് എടുക്കുന്നത്. ജസ്റ്റ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ഫണ്ട് കുറച്ച് ഷോർട്ടായിരിക്കും. ആ ഒരു കറക്റ്റ് പോയിൻ്റാണ് ഈ ഒരു ട്രാക്ടർ വിൽക്കുന്നവരും അതേപോലെ EMI ഇട്ട് വണ്ടി തരണവന്മാരും മുതലെടുക്കാൻ വേണ്ടി നോക്കുന്നത്. നമ്മളെ നൈസിനങ്ങ് വലിച്ചിട്ട് ഒട്ടിക്കും. ഇങ്ങനെ ഓയിൽ മാറാനായാലും നോർമൽ സർവീസ് ആയാലും എങ്ങനെയൊക്കെ നല്ല ഓയിലൊക്കെ ഒരു 10,000-1500 രൂപയ്ക്ക് ഓയിലൊക്കെ മാറാൻ പറ്റും. ഈ ടയർ മാറുന്നൊരു സമയം വരുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ലതിലേക്ക് ഫണ്ട് ഇറങ്ങും. അന്നത് 4000, 5000, 6000 രൂപ എന്തായാലും വേണം അത്യാവശ്യം നല്ലൊരു ടയർ വേണമെങ്കിൽ. പിന്നെ 5000-നകത്തും കിട്ടും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. അത്യാവശ്യം പുഷ് ചെയ്തൊക്കെ ഓടിക്കണമെങ്കിൽ ഒരു മിനിമം 6000 രൂപ ഇറങ്ങി വേണം. അപ്പോൾ അത്രയും രൂപ എടുക്കാനായിട്ട് നമ്മളൊരു അവസ്ഥയാണ് ഇവർ കറക്റ്റ് ചൂഷണം ചെയ്ത് ആ ഒരു സമയത്തായിരിക്കും ഇവന്മാർ റീലിംഗ് ആയാലും കാണുന്നത് 2500 രൂപയ്ക്ക് പേരെ ടയർ, 3000 രൂപയ്ക്ക് ടയർ വിട്ട് 2500 രൂപ ഇൻ്റർകോമോ പിന്നെ ഫ്രീ ആക്സസറീസ് ചെയിൻ ലൂബ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലവന്മാർ വേറെ ഐഡിയ ഉണ്ട് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ എന്നൊക്കെ പറഞ്ഞിടും. പക്ഷേ അവന്മാരുടെ കടയിൽ എപ്പോഴും സ്റ്റോക്ക് ക്ലിയറൻസ് ആയിരിക്കും. ഈ എല്ലാം എടുത്തതിന് ശേഷം പിന്നെ വളരെ മോശമായിട്ടുള്ള ടയറിന് ഒരുത്തന്നെ എടുക്കില്ല. അതൊക്കെ ആയിരിക്കും പിന്നെ 200-നും 300-നൊക്കെ ഇവന്മാർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ടയർ ഇവന്മാർ ബൾക്കായിട്ട് ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇറക്കും. എവിടെ നിന്നാണ് ഇറക്കുന്നതെന്നൊന്നും തേടി പോകാൻ വേണ്ടിയൊന്നും ഞാൻ നിൽക്കുന്നില്ല. നമ്മൾ വലിപ്പിക്കപ്പെടാം, ചെന്ന് കയറി കൊടുക്കരുത്. എനിക്കിപ്പോൾ അത്രയേ പറയാനുള്ളൂ. ഒരു പുതിയ ടയറിനെ മാക്സിമം വാങ്ങിച്ചിടുക. പിന്നെ വേറെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യന്മാർക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ടയർ മാറാൻ വേണ്ടി പൈസ കൊടുക്കുകയാണെങ്കിൽ അവർ പുതിയ ടയറിനുള്ള പൈസ വാങ്ങിക്കും. എന്നിട്ട് നൈസിന് പോയി ഈ ടയർ എടുത്തിട്ട് ബാക്കി പൈസ നൈസിന് നമുക്കും. അപ്പോൾ വീട്ടുകാരൊക്കെ ഇതൊന്നും കാണാൻ വേണ്ടി ചാൻസ് ഒന്നുമില്ല. കാണുന്നുണ്ടെങ്കിൽ ടയറൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ കടയിൽ പോയി ടയർ മാറ്റിയിട്ടതിന് ശേഷം മാത്രം പിള്ളേരെ വീട്ടിൽ കൊണ്ടുവരിക. ഇത് വളരെ റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് ഈ ഒരു ട്രാക്ടറിൻ്റെ. പിന്നെ ട്രാക്ടറിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഉണ്ട്. നമ്മൾ ട്രാക്ടറിൻ്റെ സൈസ് കൂടുന്തോറും വില കുറവായിരിക്കും. പിന്നെ ലുക്കിന് വേണ്ടി എല്ലാം ഒരു 180, 190 ടയർ കിട്ടിയത് നല്ലതിലേക്ക് വില കുറച്ചിട്ടും അതായിരിക്കും വാങ്ങിച്ചിടുന്നത്. അത് വാങ്ങിച്ചിട്ട് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ കോർണറിങ്, ബ്രേക്കിംഗ് എന്നൊക്കെയാണ്. അതൊക്കെ ഈ ട്രാക്ടർ വിൽക്കുന്നവന്മാർ ചുമ്മാ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നതാണ്. അത്രയും ടയർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രേക്കിംഗ് കോർണറിങ് ഒന്നും കൂടാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഒരു 140 സെഷൻ 130 ഉള്ള വണ്ടിയാണെങ്കിൽ ഒരു 150 വരെ ഇട്ടാൽ കുഴപ്പമില്ല. ഒരു 200cc വണ്ടികൾക്കൊക്കെ 150 വരെ ഇട്ട് കഴിഞ്ഞാൽ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എൻ്റെ വണ്ടിയിൽ ഒരു 150, 60, 17 ടയർ സൈസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിലും വലിയ ടയറുകൾ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ടയറിൻ്റെ പ്രൊഫൈൽ ചേഞ്ച് ആവും. അതേപോലെ തന്നെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തീരും, ടയർ പെട്ടെന്ന് തീരും, സ്പ്രോക്കറ്റ് പെട്ടെന്ന് തീരും. അതേപോലെ നിങ്ങളുടെ വണ്ടിക്ക് പണികൾ മാത്രമായിരിക്കും. പിന്നെ പവർ ലോസ് ഉണ്ടാവും, മൈലേജ് ലോസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ഇത്രയും ഒരു വലിയ ടയർ നമ്മുടെ വണ്ടിയുടെ റിമ്മിൽ സൂട്ടബിൾ അല്ലെങ്കിൽ നമ്മളൊരു ടയർ ബീഡ് കറക്റ്റായിട്ട് വീഴില്ല. പിന്നെ ചിലവന്മാരത് മാസമായിട്ടൊക്കെ വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നവന്മാരുണ്ട് 200 സെഷൻ ടയർ ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആ മെഷീനിൽ പോലും കയറ്റി ഇടാൻ പറ്റില്ല. ജസ്റ്റ് തീയൊക്കെ കത്തിച്ച് ആ ഒരു എക്സ്പ്ലോഷൻ്റെ ആ ഒരു പവറിലാണ് ആ ഒരു റിം ബീഡ് കറക്റ്റ് വീഴുന്നത്. അത് ഇട്ടേക്കുന്ന കണ്ടറിയാൻ പറ്റും. ലുക്ക് ഉണ്ടെങ്കിലും പണികൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബൈക്കിൻ്റെ ടയറൊക്കെ തേഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ടയർ മാറാൻ പൈസ നോട്ടാണ് ഈ ഒരു റീലൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയെങ്കിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അഥവാ ടയറൊക്കെ അത്യാവശ്യം മുട്ടയായിരിക്കണമെങ്കിൽ അതും കൊണ്ട് റോട്ടി ഇറങ്ങാതിരിക്കുക. പറ്റുമെങ്കിൽ കയറ്റി വയ്ക്കുക. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ഫണ്ടൊക്കെ വരും. നമ്മൾ വണ്ടി വെളിയിറക്കിയില്ലെങ്കിൽ തന്നെ പെട്രോൾ അടിക്കുന്ന ഫണ്ട്, വണ്ടിയുടെ മോഡിഫിക്കേഷൻ, മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കുറച്ച് ഫണ്ടൊക്കെ നമ്മളതിൽ ഒരുപാടിരിക്കും. വണ്ടിയാണ് എൻ്റെ കയ്യിലേക്ക് പൈസ മൊത്തം തിന്നുന്നത് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു പൈസ വെച്ചിട്ട് അത്യാവശ്യം പുതിയ ടയർ വാങ്ങിച്ചിടുക. രണ്ടും കണക്കൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ 3000, 2000 രൂപ എടുത്തൊരു സെക്കൻഡ് ഹാൻഡ് ടയർ വാങ്ങിക്കുന്ന സമയത്ത് ഒരു 4000 രൂപ പുതിയ ടയർ കിട്ടും. നിങ്ങൾക്ക് എങ്ങനെയായാലും 10000 കിലോമീറ്റർ പ്ലസ് കിട്ടും. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എക്സ്പെർട്സ് ഒക്കെ കണക്കാണ്. കുറച്ചുകൂടെ ഫണ്ട് നമ്മൾ ഇറക്കണമെന്നുള്ള മാത്രം. പിന്നെ ഈ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ പോകുന്നതൊക്കെയല്ല ഈ ഒരു യൂഫ് ട്രാക്ടറൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുന്നത്. കാരണം എപ്പോൾ വേണം പൊട്ടാം. ഒരു ടിക്കിങ് ടൈം ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം. പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവനും നമ്മൾ ഓപ്പോസിറ്റ് പറഞ്ഞവരും വഴി പോണവർക്കും എല്ലാം റിസ്ക്കാണ്. അപ്പോൾ ട്രാക്ടർ വിൽക്കുന്നവന്മാരൊന്നും ഇതിനെപ്പറ്റി പറയാറൊന്നുമില്ല. ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് വലിയ രീതിക്ക് ചേഞ്ച് ഒന്നും വരാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലെ സാറ് പറഞ്ഞൊരു വാക്കാണ്. ബസ്സിന് ബ്രേക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ബ്രേക്ക് ഇല്ലാന്ന് എങ്ങനെ ഇതുവരെ കൊണ്ടുവന്നു? അങ്ങനെ പറഞ്ഞതാണ്, ഒരു വണ്ടിക്ക് ബ്രേക്ക് ഇല്ലെന്ന് നേരത്തെ അറിയാമെങ്കിൽ ആ വണ്ടി കൊണ്ട് എവിടെ പോകണം പോകാൻ ഒരു തട്ടുമില്ല, തിരിച്ചെത്തിക്കാൻ പറ്റും. പക്ഷേ അതേപോലെയല്ല ചവിട്ടുമ്പോൾ ബ്രേക്ക് ഇല്ലാതെ അറിയുന്നതാണ്. അപ്പോൾ അഥവാ ട്രാക്ടറൊക്കെ വാങ്ങിച്ചിടുന്നെങ്കിലും ഇതൊക്കെ കണ്ടിട്ടിടണം. പിന്നെ ട്രാക്ടറൊക്കെ വാങ്ങിച്ചിടുന്നതും ഇടാത്തൊക്കെ നിങ്ങളെ ഇഷ്ടം. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. പിന്നെ എൻ്റെ ഒരു സജഷൻ വെച്ചാണെങ്കിൽ ഞാൻ ഒരിക്കലും ട്രാക്ടർ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ വണ്ടി എടുത്തിട്ട് ഇതുവരെയും ഇനി ട്രാക്ടർ ഇടയ്ക്ക് വെച്ചപ്പോഴും ഇടണമെന്ന് തോന്നി. പിന്നെ ഞാൻ കുറച്ച് തിരക്കി ആലോചിച്ചപ്പോഴത്തേക്ക് കുറച്ച് വിവരമുള്ളടത്തൊക്കെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു പരിപാടി ഞാനൊന്ന് പാടെ ഉപേക്ഷിക്കാനുണ്ടായത്. അപ്പോൾ ഈ ട്രാക്ടറിന് പുതിയ ടയറിന് ആ ഒരു ഗ്രിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. യൂഫിൽ ടയറിന് ആ ഒരു പോപ്പുലേഷൻ്റെ കളർ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ആവശ്യമില്ലാതെ ചുമ്മാ പണിയൊന്നും വാങ്ങിക്കാൻ വേണ്ടി നിൽക്കരുത്. ആക്സിഡൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലെയിം പോലും കിട്ടാൻ ചാൻസ് ഇല്ല. യൂഫിൽ ട്രാക്ടർ എടുത്താൽ നിങ്ങൾ ഈ ഒരു ചെരുപ്പൊക്കെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ആ ഒരു തീമിൽ ചിന്തിച്ചാൽ മതി. അതേപോലെയാണ് നമ്മൾ ഈ ഒരു ടയറും കാര്യങ്ങൾ യൂഫിൽ എടുക്കുന്നത്. അപ്പോൾ മാക്സിമം ടയറും കാര്യങ്ങളും യൂഫിൽ ടയർ എടുക്കാതെ പുതിയ തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം.
ഞാൻ ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആയിട്ട് ഇത് പറഞ്ഞെന്ന് മാത്രം. നിങ്ങൾക്കിത് ഞാൻ പിന്നെ ആദ്യം മറ്റേ ട്രാക്ടർ എടുക്കുന്ന പൊട്ടന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞത് ജസ്റ്റ് ഒരു ബൈറ്റിന് വേണ്ടിയാണ്, ആൾക്കാരെ കാണാൻ വേണ്ടിയാണ്. അല്ല ഞാൻ ട്രാക്ടറിൻ്റെ സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടാൽ ഞാൻ പോലും എൻ്റെ വീഡിയോ കയറി കാണാറില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങൾ അതിന് നല്ലതായിക്കോട്ടെ അഴിക്കാവട്ടെ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റോടെ ചെയ്യണം. പിന്നെ നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കൂടി തന്നെ യൂട്യൂബിലെ കമന്റ് സെക്ഷനിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ.